ഹേ ഗൈസ്, ഇന്ന് ഞാളുണ്ടാക്കിയ സാധനം കണ്ടങ്ങൾ ഞെട്ടും. ഞാള് വരെ ഞെട്ടിപ്പോയി. അമ്മാരി ഒരു സാധനം ഞാളുണ്ടാക്കിയാണ്ട് നിങ്ങൾ ആരും ഉണ്ടാക്കണ്ട. പാത്രങ്ങളൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഇവിടെ ഇത് തന്നെ കിട്ടിയ വലിയ കാര്യം എന്ന് വിചാരിച്ചാൽ കുക്കിങ്ങിന്റെ ഇടയ്ക്ക് നമ്മൾ എൻജോയ് ചെയ്യുന്നതാണ് കാണുന്നത്. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് എടുത്തങ്ങോട്ട് പുഴുങ്ങി ഇതിന്റെ തോലൊക്കെ ആദ്യം കളഞ്ഞിട്ട് വേണം ചെയ്യുക. പക്ഷെ ഞാളെന്ത് വിചാരിച്ചത് വെന്തിട്ട് തോളി കളയാം. അത്രക്ക് തിരക്കൻ ഞങ്ങൾക്ക്. അങ്ങനെ വേവിച്ച് ഉരുളക്കിഴങ്ങ് ഞങ്ങൾ ഒട്ടച്ചെടുത്ത് പിന്നെ ബ്രെഡ് എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് ആ പെണ്ണുങ്ങൾ ചെയ്യുന്നത്. ആ ബ്രെഡ് വെള്ളം ഒരുപാട് അങ്ങ് കുടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ കുരുട്ടി ഷേപ്പ് ഒന്നും ആക്കാൻ പറ്റിയില്ല. വൃത്തിയിട്ടൊരു ബ്രെഡ്. ഈ സാധനമാണ് ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ച സാധനം. ആവശ്യത്തിൽ കൂടുതലും ഞാൻ കോൺഫ്ലവർ ഇട്ടുണ്ട്. എന്തിനാ ഇടുന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയാം. എന്നാലും ഞാൻ ഇട്ടിക്ക്. ഓളുണ്ടാക്കിയപ്പോ നല്ല ഷേപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാളുണ്ടാക്കിയപ്പോ ഇങ്ങനത്തെ ഒരു ഷേപ്പാ ഞങ്ങൾക്ക്. എന്നാലും ഞാള് വെറുതെ വിടുക. ഞാള് പിന്നെ ഉണ്ടാക്കി. ഓളുണ്ടാക്കിയ പോലത്തെ ഷേപ്പ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ആദ്യത്തെ ഷേപ്പിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യാസം വന്നില്ലേ. പിന്നെ ഇതിന്റെ ടേസ്റ്റിനെ പറ്റി ഞാള് തന്നെ ഉണ്ടാക്കിയിട്ട് ഞാള് തന്നെ പറയുന്നത് മോശമല്ല. അതുകൊണ്ട് ഞാളൊന്നും പറയുന്നില്ല. പിന്നെ ഞാളെടുത്ത് സോസ് ഉണ്ടല്ലോ, അതൊഴിച്ച് അതിൽ കുത്തി അങ്ങോട്ട് തിന്ന്. സോസ് ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് ടേസ്റ്റ് അങ്ങോട്ട് കൂടി. സോസ് പിന്നെ ഞാള് കൈയോടാത്തോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ഐറ്റം പിടിക്കാന്ന് വിചാരിച്ചു. ഇത് അമ്മ ഉണ്ടാക്കിയതാണ്. എല്ലാം കൂടി തിന്ന് തലയ്ക്ക് എല്ലാം കൂടി എന്തൊക്കെ അടങ്ങാറായി. പിന്നെ തിന്നാനുള്ള മൂടങ്ങ് പോയി. പിന്നെ എവിടെയെങ്കിലും കിടന്നാ മതി. നല്ല വിശപ്പോടെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പോയത്. പിന്നെ ആ വിശപ്പ് എവിടെ പോയി എന്ന് പോലും. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ തന്നെ ധാരാളം. അപ്പൊ ബൈ ബൈ.